Hello everyone, welcome back to Silent Learning. It's me Jamshad. Today we are going to learn the 4 types of noun. There are 4 types of noun. Noun തന്നെ 4 തരത്തിലുണ്ട്. അത് ഏതൊക്കെയാണ്? ഇത് പ്രാക്ടീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഇതിലുണ്ടായിരിക്കും. സെറ്റ് ആക്കുക പോറാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ആക്ച്വലി ആ 4 നൗണുകൾ. കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ. ഇത് എന്തൊക്കെയാണ്? എങ്ങനെ നമ്മൾ നൗൺസുകളെ ആക്ച്വലി നാമങ്ങളെ പേരുകളെ ഇങ്ങനെ 4 ടൈപ്സ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കോമൺ നൗൺ. കോമൺ നൗൺ മീൻസ് എ കോമൺ നൗൺ ഈസ് എ നൗൺ ദാറ്റ് റെഫേഴ്സ് ടു പീപ്പിൾ ഓർ തിങ്സ് ഇൻ ജനറൽ. ജനറലി വസ്തുക്കൾക്കും ആൾക്കാർക്കും പറയുന്ന പേരാണ്. ഇതിന് ആക്ച്വലി നമ്മൾ കാ എന്നല്ല പറയാറുള്ളത്, കാ അല്ലെങ്കിൽ ഇതിന് ഡോഗ് എന്ന് പറയും. അല്ലാതെ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പേര് പറയുന്ന സമയത്ത് അത് കോമൺ നൗൺ ആവുകയില്ല. ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഈ വസ്തുവിന് കാർന്നേ പറയുള്ളൂ. അങ്ങനെ ജനറലി ഒരു പേരുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് കാ. ആക്ച്വലി അതിന് പറയുന്ന പേരാണ് കോമൺ നൗൺ. ആക്ച്വലി അതിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡോഗ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കാർ കൊടുത്തിട്ടുണ്ട്. ഏതാണെങ്കിലും അതിപ്പോ ഒരു ഫോൺ ആണെങ്കിൽ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ മൗസ് എന്ന് പറയുന്ന സമയത്ത് ദാറ്റ്സ് ആക്ച്വലി എന്താണ്? അത് കോമൺ നൗൺ ആണ്. റിമോട്ട് എന്ന് പറയാണ്. ഓക്കെ, റിമോട്ട് എന്ന് പറയുന്ന സമയത്ത് അത് കോമൺ നൗൺ. എന്ത് സംഭവത്തിനും ഒരു കോമൺ ആയിട്ട് പറയുന്നത്, അതായത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അതിന് സെയിം പേരാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് കോമൺ നൗൺ. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാർ, ഡോഗ്. ഇതിന്റെ കറക്റ്റ് സംഭവം അടുത്ത പ്രോപ്പർ നൗൺ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഈ ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് നൗൺ പഠിക്കാൻ പോവാണ്. അതിനു മുമ്പ് ഇതുപോലത്തെ ധാരാളം വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ക്ലാസ്സിൽ ഈ ഒരു ക്ലാസ്സിൽ റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടുന്നതായിരിക്കും. സെറ്റാക്കുക പവറാക്കുക. നെക്സ്റ്റ് വൺ, രണ്ടാമത്തത് പ്രോപ്പർ നൗൺ ആണ്. നേരത്തെ നമ്മൾ കാറ് മാത്രമായിരുന്നു കണ്ടിരുന്നെങ്കിൽ ഇപ്പോ ഒരു സ്പെസിഫിക് പേരങ്ങോട്ട് കൊടുത്തു, സ്വിഫ്റ്റ്. ഓക്കെ, ലംബോഗിനി, അതുപോലെ തന്നെ BMW, ഏത് പേരും കൊടുക്കാം. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പേര് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് പ്രോപ്പർ നൗൺ. നേരത്തെ നമ്മൾ ഡോഗ് ആയിരുന്നു, ഇപ്പൊ നമ്മുടെ സ്കൂബിഡു ഒരു പേരങ്ങോട്ട് കൊടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഒരു പേര് കൊടുത്തു. പപ്പി, ഈ ഒരു ഡോഗിന് ഒരു സ്പെസിഫിക് പേര് കൊടുത്തു, അല്ലെ? അർജുൻ ഒരു പേരങ്ങ് കൊടുത്തു. യെസ്, അങ്ങനെ ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രോപ്പർ നൗൺ. എ പ്രോപ്പർ നൗൺ ഈസ് എ നെയിം ദാറ്റ് ഐഡന്റിഫൈസ് എ പെർട്ടിക്കുലർ പേഴ്സൺ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരാളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. എന്നെ ഞാൻ പറയും ഐ എം എ ടീച്ചർ, അല്ലെങ്കിൽ ഹി ഈസ് എ മാൻ, അത് ഒരു മാൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ അത് കോമൺ നൗൺ ആണ്. അദ്ദേഹം ഇതിന്റെ പേര് ജംഷാദ് അല്ലെങ്കിൽ JD, അങ്ങനെ പറയുന്ന സമയത്ത് നമുക്കതിന് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നു. സോ പ്ലേസ്, ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്ന സമയത്ത് കാലിക്കറ്റ്, ട്രാൻഡ്രം, കാസർഗോഡ്, ഏത് പറയുന്ന സമയത്തും അത് എന്താണ്? പ്രോപ്പർ നൗൺ ആണ്. അതുപോലെ തന്നെ തിങ്സ്, വസ്തുക്കളുടെ പേര്. ആക്ച്വലി വസ്തുക്കൾക്ക് തന്നെ സ്പെസിഫിക് പേര് കൊടുക്കുകയാണ്. നമ്മളിപ്പോ നേരത്തെ മൊബൈൽ കാണിച്ചല്ലോ. ഇതിപ്പോ മൊബൈൽ തന്നെ, ഈ മൊബൈൽ ഓപ്പോ എന്നുള്ള ഒരു കമ്പനിയുടെ പേര് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പിൾ 15 Pro, അങ്ങനെ ഒരു സ്പെസിഫിക് ഒരു പേര് കൊടുക്കുന്ന സമയത്ത് അതിന് പറയുന്ന പേരാണ് പ്രോപ്പർ നൗൺ. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇതിപ്പോ മൗസ് ആണെങ്കിൽ, മൗസ് എന്ന് പറഞ്ഞ സമയത്ത് ആക്ച്വലി നമ്മൾ അത് കോമൺ നൗൺ ആയിരുന്നു. പക്ഷെ ഇതിന് ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു മൗസിന്റെ കമ്പനിയുടെ പേര് കൊടുക്കുന്ന സമയത്ത് അത് പ്രോപ്പർ നൗൺ ആയി മാറി. സെറ്റ് ആണ്. ഇൻ റിട്ടൺ ഇംഗ്ലീഷ് പ്രോപ്പർ നൗൺസ് ബിഗിൻ വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. അത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും ഉണ്ടായിരിക്കുക. വി നോ ദാറ്റ്. നെക്സ്റ്റ് വൺ അബ്സ്ട്രാക്ട് നൗൺ ആണ്. എന്താണ് അബ്സ്ട്രാക്ട് നൗൺ? യെസ്, നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾസ് കണ്ടപ്പോഴേക്കും മനസ്സിലായിട്ടുണ്ടാവും. ഫ്രണ്ട്ഷിപ്പ്, ലവ്, ഇതൊക്കെ അബ്സ്ട്രാക്ട് നൗൺ ആണ്. അബ്സ്ട്രാക്ട് നൗൺ ഈസ് എ നൗൺ ദാറ്റ് റെഫേഴ്സ് ടു ഐഡിയാസ്. കുറെ ഐഡിയകൾ അല്ലെങ്കിൽ ഫീലിംഗ്സിനെയൊക്കെയാണ് അല്ലെങ്കിൽ ക്വാളിറ്റീസിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ആൻഡ് കണ്ടീഷൻ തിങ് ദാറ്റ് കാൻ നോട്ട് ബി സീൻ ഓർ ടച്ച്. അത് നമുക്ക് ഫ്രണ്ട്ഷിപ്പിനെ കാണായോ? ഫ്രണ്ട്സിനെ നമുക്ക് കാണാനും തൊടാനൊക്കെ പറ്റും. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ആംഗ്രി, ഷീസ് ആംഗ്രി എന്ന് പറയും. അപ്പോൾ അവള് ഭയങ്കര ആംഗ്രിയാണ്. പക്ഷെ ആംഗ്രിനെസ് നമ്മൾ കാണാൻ പറ്റുമോ? നോ. ആൻഡ് തിങ്സ് ദാറ്റ് ഹാവ് നോ ഫിസിക്കൽ റിയാലിറ്റി. അതിനൊരു ഫിസിക്കൽ റിയാലിറ്റി ഇല്ല. ഐ എം റിയലി സാഡ്, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അതിന്റെ ടിയർ കാണാൻ പറ്റും, പക്ഷെ ആ ഒരു സങ്കടം കാണാൻ പറ്റുമോ? നോ, സാഡ് കാണാൻ പറ്റില്ല. അങ്ങനത്തെ നൗണുകൾക്ക് പറയുന്ന പേരാണ് അബ്സ്ട്രാക്ട് നൗൺ. യെസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ നൗണിലേക്ക് കിടക്കുകയാണ്. സോ അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. സെറ്റാക്കുക, പവറാക്കുക. യെസ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളക്റ്റീവ് നൗൺ ആണ്. എന്താണ് കളക്റ്റീവ് നൗൺ? യെസ്, കളക്റ്റീവ് നൗൺസ് റെഫേഴ്സ് ടു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു ഗ്രൂപ്പ് ഓഫ് വസ്തുക്കളെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ, അതായത് തിങ്സ്, വസ്തുക്കളെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയോ പറയുന്ന പേരാണ്. അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള നെയിം ഉണ്ടായിരിക്കും. ആ ഒരു വേർഡ് തന്നെ ഉദ്ദേശിക്കുന്നതിന് ആക്ച്വലി അങ്ങനത്തെ വേർഡുകൾക്ക് എന്തുണ്ടാകില്ല? സിംഗുലർ നൗൺ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ടീമിന്റെ സിംഗുലർ എന്താ? ഇല്ല, ടീം ഇറ്റ്സെൽഫ് പ്ലൂറൽ ആണ്. ഓക്കെ, ടീം. ഓക്കെ, അതുപോലെ തന്നെ ആർമി.
എന്ന് പറയുന്ന സമയത്ത് അതെന്താണ് ആക്ച്വലി ഇത് ഓൾറെഡി പ്ലൂറലാണ്, അതിന് സിംഗുലർ വേർഡ് ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ വേർഡുകൾക്കാണ് എന്ത് പറയുന്നത്, ഗ്രൂപ്പ് പറയാൻ പറ്റും. അങ്ങനെ വെറൈറ്റി ഓഫ് കളക്റ്റീവ് നൗൺ നമുക്ക് അറിയുന്നതായിരിക്കും. സോ ഇതുപോലെ ധാരാളം വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുവരുത്, ലൈക്ക് ഇടുക. മാത്രമല്ല നിങ്ങൾക്ക് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ, നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 ടൈപ്സ് ഓഫ് നൗൺ നിങ്ങൾ മറന്നു പോയില്ല. അതിനുള്ള ഏറ്റവും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം കോമൺ നൗണിൽ ഒരു എക്സാമ്പിൾ ABCD എന്നിട്ടിട്ട് കോമൺ നൗൺ ഒരു എക്സാമ്പിൾ ചെയ്ത പ്രോപ്പർ നൗൺ എക്സാമ്പിൾ, അബ്സ്ട്രാക്ട് നൗൺ എക്സാമ്പിൾ, കളക്റ്റീവ് നൗൺ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ആക്ടിവിറ്റി അത്രയും യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ മറന്നു പോകാതെ ABCD എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ എന്താക്കുക, കമന്റ് ഇടുക. യെസ്, അത് മാത്രമല്ല നമ്മുടെ ഈ ചാനലിൽ നമ്മുടെ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ഈ സിലബസ് റിലേറ്റഡ് ആയിട്ട് ധാരാളം നമ്മൾ ലൈവ് വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. സോ അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി കിട്ടണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുവഴി വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു. ലെറ്റ്സ് സീ അനദർ വീഡിയോ വിത്ത് അനദർ സെഷൻ. Until then, it's a bye.